Hi friends, welcome back to Molly's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് അതിന് മുകളിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്, നിർബന്ധമുള്ളതല്ല. നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2-3 ഏലക്കായ ചതച്ചതും ഗ്രാമ്പൂ ഒരു 4 എണ്ണവും 2 കഷ്ണം പട്ടയും കൂടി ഒന്ന് ചേർത്ത് ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം വേണം ഇതിലേക്ക്. 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുക്കണം. അരി കുക്കായി വരുന്ന സമയത്ത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണിത്. ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട ശേഷം ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതേ സമയം ഞാൻ സ്റ്റൗവിൽ മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2-3 സവാള എടുക്കാം. നമുക്ക് വേണ്ട മസാലക്കനുസരിച്ചിട്ടാണ് സവാള എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഒരു റോസ് നിറത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 3/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ശേഷം പച്ചമുളക് ചതച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് ഇവിടെ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്ന ശേഷം അതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് കളറിന് കൂടി വേണ്ടിയിട്ടാണ്. അധികം കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് 2-3 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തൈരിന് പകരം നാരങ്ങാനീര് മാത്രം ചേർത്താലും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക്
പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് ചേർത്ത് കൊടുക്കണം. എഗ്ഗ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എഗ്ഗ് ഇതിൽ കാണുന്നത് പോലെ ഒരു കത്തി കൊണ്ട് അതിൻ്റെ ചുറ്റും ഒന്ന് വരിഞ്ഞു കൊടുക്കാം. മസാല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എഗ്ഗ് അതിലേക്ക് ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല ഒന്ന് കോരിയിട്ട് കൊടുക്കാം. ഇപ്പം എഗ്ഗിൻ്റെ മുകളിലേക്ക് മസാല എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ബിരിയാണി ദം ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില മസാലയ്ക്ക് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വാഴയില വെക്കുന്നതുകൊണ്ട് നമുക്ക് ചോറ് പെട്ടെന്ന് അതിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് സാധിക്കും. വാഴയില വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇനി വാഴയിലയുടെ മുകളിലേക്ക് നമ്മുടെ ചോറ് എടുത്തിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മസാല അടിയിലിരുന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ റൈസ് മുഴുവനായിട്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അടുപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ സമയത്ത് തന്നെ ഇത് തുറക്കാൻ പാടില്ല. കുറച്ച് സമയം കൂടി അങ്ങനെ തന്നെ വെക്കുക. മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ചോറിലേക്ക് കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വിളമ്പിയെടുക്കാം. ആദ്യം ഈ മുകളിൽ നിന്ന് റൈസ് ഒന്ന് കോരി നമ്മൾ ആദ്യത്തെ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. റൈസ് കോരുന്നതിനനുസരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സൈഡിലൊക്കെ നിന്ന് മസാല വന്നിട്ട് അതിൻ്റെ കളറൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ എല്ലാ സ്ഥലവും ഒരേ നിറത്തിലായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാല ഒട്ടും അടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. എഗ്ഗിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒട്ടും അടി പിടിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.